ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വളക്കാപ്പിടയാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പം ഞാൻ വേഗം ചടപടയെ എഴുന്നേറ്റ് വേഗം മേലൊക്കെ കഴുകി, പിന്നെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ തലേ ദിവസം ഇങ്ങനെയാണ് മുടി കെട്ടി വെച്ചിരുന്നത്. പിന്നെ ഞാൻ ലെൻസ് വെക്കേണ്ട പരിപാടിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലെൻസ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ട്. പിന്നെ ഞാൻ കുറേ വീഡിയോ ഒക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് ലെൻസ് വെക്കാൻ പോകുന്നത്. നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇതാ ഒരു കണ്ണിലെ ലെൻസ് ഞാൻ വെച്ചിട്ടുണ്ട്. കുറേ സമയം എടുത്തിട്ടുണ്ട് കേട്ടോ വെക്കാൻ. പിന്നെ രണ്ടാമത്തെ കണ്ണിൽ ലെൻസും കൂടി വെച്ചു. ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിന് 2 കണ്ണിൽ ലെൻസ് വെക്കാം. പക്ഷേ ലെൻസ് വെച്ചപ്പോൾ ആ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ മാറ്റി ഏകദേശം ഒരു ലുക്കായി. എനിക്ക് കുറച്ചുകൂടെ ഒരു ലുക്കുണ്ട് കേട്ടോ. അഭിയായിട്ട് ഇവിടുന്ന് മാറ്റുന്നുണ്ട്. പിന്നെ വളക്കാപ്പിനെ നമ്മൾ സെറ്റ് ചെയ്തത് സിട്രസും പിന്നെ കദളിപ്പഴവും ലഡുവും ഒക്കെ ആയിരുന്നു. സ്വീറ്റ്സ് ആയിട്ട് ലഡുവാണ് വെച്ചത്. പിന്നെ വളയൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ചന്ദനാണ് മുഖത്ത് തേക്കാൻ വേണ്ടി വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ എന്തായാലും പോയി കാണണേ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ ഓരോരുത്തരായിട്ട് മുഖത്ത് ചന്ദനം തേക്കുന്നതും വളയിട്ട് കൊടുക്കുന്നതൊക്കെയാണ്. അപ്പോൾ അജ്ജിയമ്മയും മരുവലച്ചനും ഇട്ട് കൊടുത്തു. പിന്നെ അഭിയാട്ടനാണ് പിന്നെ വളയിട്ട് കൊടുക്കുന്നതും പിന്നെ ചന്ദനം കൊടുക്കുന്നതും പിന്നെ സ്വീറ്റ്സൊക്കെ അഭിയാട്ടനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ ക്യാമറമാൻ അക്കു ആയിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഈ ചടങ്ങ് അങ്ങനെ പൂർത്തിയാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം നമ്മുടെ വീഡിയോ ലെങ്ത് ആവുമല്ലോ. അപ്പോൾ ഞാൻ കൊടുക്കുന്ന വീഡിയോ പോലും എടുത്തിട്ടില്ല. പിന്നെ ചെറിയ മോളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അവൾ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അമ്മമ്മയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അമ്മമ്മക്കെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അമ്മമ്മ വളയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിന് ശേഷം അമ്മമ്മ ചന്ദനമൊക്കെ മുഖത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലഡുവും കൊടുത്തു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് ചെയ്തു. അമ്മ ചെയ്തു, സുജിയമ്മ ചെയ്തു, അങ്ങനെ എല്ലാവരും ചെയ്തു. പക്ഷേ എല്ലാവരും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഞാൻ ജ്യൂസ് കുടിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും അമ്മൂനെ കൂട്ടാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മാംഗോ ജ്യൂസും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉള്ളത് സെറ്റാക്കിയത്. പിന്നെ നമ്മുടെ നിമ്മേച്ചിയും ഡുഡും അഗ്യാടനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ലേറ്റായി വരാൻ. അപ്പം അവരെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ഭക്ഷണത്തിന് മീൻ പൊരിച്ചതും പിന്നെന്താ അങ്ങനെ കുറച്ച് സലാഡും ബീഫ് ഫ്രൈയും ചിക്കനും സാദാ ചോറും പിന്നെ അത് കറികളും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ അതൊക്കെ കഴിച്ചു. പിന്നെ അമ്മൂനെ നമ്മൾ പറഞ്ഞേക്കാണ് വീട്ടിലേക്ക്. ഇപ്പം 7ാം മാസത്തെ ചടങ്ങാണല്ലോ ഇത്. അങ്ങനെ അജിയമ്മ വിളക്കൊക്കെ വെച്ചു, അരിയൊക്കെ കുടഞ്ഞു. അങ്ങനെ അമ്മു പോവാണ്. ഭാഗ്യത്തിന് അന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മുടെ വളകാപ്പ് ഫംഗ്ഷൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അമ്മൂനെ നമ്മൾ കാറിലേക്ക് കയറ്റി അവളുടെ ലഗേജും കാര്യങ്ങളൊക്കെ കാറിൽ സെറ്റാക്കി. അങ്ങനെ എല്ലാവരോടും ടാറ്റ ഒക്കെ പറഞ്ഞ് അമ്മു പോയി. പിന്നെ ഞങ്ങൾ അതിന് ശേഷമായിരുന്നു ഭക്ഷണം കഴിച്ചത്. ഞാനും നിമ്മേച്ചിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ അമ്മു പോയി. ടാറ്റ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും. അങ്ങനെ അവരോടെല്ലാം ഞങ്ങളോടൊക്കെ ടാറ്റ പറഞ്ഞ് അമ്മ വീട്ടിലേക്ക് പോയി. പിന്നെ നമ്മൾ കുറച്ച് നേരം ഡുഡുവിനെ കളിപ്പിച്ചിരുന്നു കേട്ടോ. ഡുഡു ആരോടും പോകുന്നില്ല, പക്ഷേ എന്നോട് വന്നിട്ടുണ്ട്. അവൻ എന്നെ അറിയാം. ബാക്കി എല്ലാവരെയും കണ്ടിട്ട് അവൻ കരയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇരുന്നു വളകാപ്പിനെടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നല്ലത് സെലക്ട് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ രാത്രിയായി ഞാൻ വീട്ടിലേക്ക് വരാൻ. അങ്ങനെ അഭിയാട്ട് ഞങ്ങളൊക്കെ കൊണ്ടുവിടുകയാണ്. അപ്പോൾ സുജിയമ്മേനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ സ്റ്റേഷൻ്റെ അവിടെ സ്റ്റോപ്പായി. MGR സൂപ്പർ ഫാസ്റ്റ് കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്